ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എമറാത്തി പാൻ കേക്കാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള നിറയെ ഹോൾസിൽ ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നോർമലി സാഫ്രണും അതുപോലെ കാർഡമവും വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലേവറിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 200 ml ഒരു കപ്പാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാണ്. അത് ജസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആവശ്യമുള്ള സാഫ്രണസ് ഓക്കെയാണ്. സാഫ്രണാണ് ഇതിന് ഫ്ലേവറിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1-2 സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒരു പിഞ്ച് സാഫ്രൺ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് പൊടിയിലോട്ട് തന്നെ ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മുട്ട ചേർത്തു. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ലൈറ്റ് ചൂടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ പാല് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിലേക്ക് കുറച്ചായിട്ട് ചേർക്കാം. ഒരു പാൻ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എത്തുന്നത് വരെ കുറച്ചായിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ലൈറ്റ് ചൂടുള്ള പാൽ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റിന് വർക്ക് ചെയ്യാനായിട്ട് ലൈറ്റ് ചൂടുള്ള സ്ഥലം വേണം. മാത്രമല്ല നമ്മൾ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മൈദ വെന്തു പോകാനും അതുപോലെ ബാറ്റർ മോശമാവാനും ചാൻസ് ഉണ്ട്. സോ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ലംസൊക്കെ മാറിയിട്ടുണ്ട്. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, ഇത് കുറച്ച് തിക്കാണ്. ഇത് കുറച്ച് ലൂസാവേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ ദോശമാവിൻ്റെയോ അല്ലെങ്കിൽ പാൻ കേക്ക് ബാറ്ററിൻ്റെയോ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് സോക്ക് ചെയ്ത് വെച്ച സാഫ്രണും വെള്ളവും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിന് മുമ്പേ ജസ്റ്റ് കൈ വെച്ചിട്ട് നമുക്കൊന്ന് തിരുമ്മി കൊടുക്കാം. അങ്ങനെ തിരുമ്മി കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താവും, നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു കളറും നമ്മുടെ ബാറ്ററിന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നതും ഇതുപോലെ കളറും അതുപോലെ ഫ്ലേവറും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ കാടമം അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിന് ഏകദേശം 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, പാൻ കേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ജസ്റ്റ് ഞാനൊരു പാനിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ബട്ടർ മാത്രമേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഒരു തവി എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ദോശ ചെയ്യുന്ന ഒത്തിരി തിന്നായിട്ട് പരത്തേണ്ടതില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെറുതായിട്ട് പരത്തി കൊടുക്കുമ്പോഴാണ് ആ ഹോൾസ് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നന്നാവുക. അല്ലെങ്കിൽ ഒരുപാട് തിക്കാണെങ്കിൽ ആ ഹോൾസ് വന്നപ്പോൾ തന്നെ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല ബബിൾസ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ മുകൾ ഭാഗത്തും കുറച്ചൊരു ബ്രൗൺ കളർ വരിക. ഓക്കെ, ഈ സ്റ്റേജിലെത്തിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാം എത്ര നല്ല അടിപൊളി ബ്രൗൺ കളർ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 5-6 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കാണ് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതാ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് എല്ലാ പാൻ കേക്ക്സും റെഡിയാക്കി എടുക്കാം. നോർമലി ഈ പാൻ കേക്ക്സ് ചീസിൻ്റെയും ഹണിയുടെ കൂടെയാണ് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യും. ഇത് നമുക്ക് ബട്ടർ ആൻഡ് ഹണി അങ്ങനെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.